വധക്കേസ് പ്രതികൾക്ക് അനുവദിച്ച പരോളിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. TP കേസ് പ്രതികൾക്ക് മാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്നും കോടതി ചോദിച്ചു. 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷയിലാണ് കോടതിയുടെ ചോദ്യം. പരോൾ അപേക്ഷ ഹൈക്കോടതി നിരസിച്ചു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത്? അന്വേഷണം ഏത് രീതിയിലായിരിക്കും? അതിനുള്ള നിർദ്ദേശമാണോ നൽകിയിരിക്കുന്നത്? അന്വേഷണത്തിന് കോടതി ഉത്തരവിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷെ കോടതിയുടെ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്തുള്ള ചില നിരീക്ഷണങ്ങളാണ് പറഞ്ഞത്. ഈ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി TP വധക്കേസിലെ പ്രതിക്ക് അടിയന്തര പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജ്യോതി ബാബുവിന്റെ ഭാര്യയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും കോടതിയുടെ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മരിച്ച വ്യക്തി തടവുകാരന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അല്ല എന്നുള്ളതാണ്. ഈ ജ്യോതി ബാബുവിന്റെ തന്നെ പിതാവിന്റെ സഹോദരൻ മരിച്ച ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നിയമപ്രകാരമുള്ള ഇളവ് അല്ലെങ്കിൽ ഒരു പരോൾ നൽകാൻ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അടിയന്തരമായി പരോൾ അനുവദിക്കാൻ തക്കവണ്ണമുള്ള അടുത്ത ബന്ധമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. മറ്റൊരു കാര്യം, കുടുംബത്തിൽ ചടങ്ങുകൾ ചെയ്യാൻ അർഹതപ്പെട്ട ഏക മുതിർന്ന പുരുഷൻ തടവുകാരനാണ് എന്ന വാദത്തെ സാധൂകരിക്കുന്ന ഏതെങ്കിലും രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ ഈ ജ്യോതി ബാബുവിന്റെ അപേക്ഷയിൽ കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യം. ഒപ്പം തന്നെ കോടതി ഈ പരോൾ അപേക്ഷ നിരസിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോളോ അടിയന്തര അവധിയോ അനുവദിക്കുന്ന കാര്യത്തിൽ അനാവശ്യമായ ഇളവുകൾ നൽകുന്നത് അഭികാമ്യമല്ല എന്നൊരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിന്റെ വാദത്തിനിടയ്ക്കാണ് ചില കാര്യങ്ങൾ കോടതി പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ TP കേസിലെ പ്രതികൾക്ക് മാത്രം ഇത്ര അധികം ഇളവുകൾ അല്ലെങ്കിൽ ഇത്ര പ്രത്യേകത എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് കോടതി ചോദിക്കുന്നത്. 10 ദിവസത്തെ അടിയന്തര പരോൾ വേണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഹർജിക്കകത്ത് ഇത് TP കേസിലെ പ്രതിയാണ് ഈ അപേക്ഷകൻ അല്ലെങ്കിൽ ഈ പരോൾ ആവശ്യപ്പെടുന്ന ആൾ എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. അത് കോടതി കൃത്യമായി തന്നെ വിമർശനാത്മകമായി സമീപിച്ചു. ഇതല്ല ശരിയായ രീതി എന്നൊരു വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ട്. എന്തായാലും TP വധക്കേസ് പ്രതികൾക്ക് ഇങ്ങനെ യഥേഷ്ടം പരോൾ ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു അത്തരം പരോളുകളെ കുറിച്ച് ഒരു അന്വേഷണം വേണ്ടതാണെന്നുള്ള ഒരു നിരീക്ഷണം, വാക്കാലുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷ ഹൈക്കോടതി നിരസിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കൊലക്കേസ് പ്രതിക്ക് അനാവശ്യമായ രീതിയിൽ ഇങ്ങനെ ഇളവ് നൽകുന്നത് അഭികാമ്യമല്ല എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന്. രണ്ടാമത്, ഇത്തരം പരോളുകളിൽ നിയമാനുസരണം പരോൾ നൽകണമെങ്കിൽ പിതാവ് നേരിട്ടുള്ള രക്തബന്ധത്തിലുള്ള പ്രതികളുടെ പരോളിന്റെ കാര്യത്തിലാണ് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും കോടതി പറയുന്നു. അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.